എടി ഐശു, നീ എല്ലാം പഠിച്ചാ? എക്സാം വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഓ ഞാനൊന്നും പഠിച്ചില്ലടി, അതൊന്നും എനിക്ക് വലിയ ടെൻഷൻ ഒന്നും ഇല്ല. നീ അവിടുത്തെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടല്ലോ, അമ്പലത്തിൽ പോയി രാവിലെ. എടി അത് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയതിനാണെന്നറിയോ? പേന പൂജിക്കാൻ പോയതാ. അതിന് നീ ഒന്നും പഠിച്ചില്ലല്ലോ അമ്പലത്തിൽ പോയി പേന പൂജിക്കാൻ. ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ അമ്മ പണ്ട് പറയുമായിരുന്നു, നമ്മൾ പേന പൂജിച്ചിട്ടൊക്കെ പോയി പരീക്ഷ എഴുതുമ്പോഴേ നോക്കുന്ന ടീച്ചറിന് മനസ്സ് തോന്നി നമുക്ക് മാർക്ക് തരുമെന്ന്. അതും ഞാൻ അമ്പലത്തിൽ പോയതാ. ഒന്നും പഠിക്കാത്ത നീ എന്തിനാ പോയി പേന പൂജിച്ചേ? താൻ പാതി ദൈവം പാതി എന്നല്ലേ? എല്ലാം അറിയെങ്കിൽ എനിക്കൂടെ പറഞ്ഞു തരണേ. നീ എന്തെങ്കിലും എഴുതുമ്പോൾ എനിക്കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. നീ ഏത് ടീച്ചർ അതിൽ ക്ലാസ്സിൽ കയറുന്നത്? ഇവിടെ മറ്റേ പാവമുട്ട് ടീച്ചറെ കാണാൻ മതിയായിരുന്നു. വാട്സിൻസ്ലാം വലിയ സാറുമായിട്ട് ആ വെളിയിലൊക്കെ പോയത് നിന്നോളൂ. എന്തെങ്കിലും ഉണ്ട് നീ കാണിച്ചു. നീ എന്ത് എഴുതുന്നോ അത് നീ എനിക്കൂടെ കാണിച്ചു തന്നെ. എക്സാമിന് പറഞ്ഞു ഞാൻ നോക്കട്ടെടി, പറ്റുവാണെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം കേട്ടോ. നീ എന്തായാലും ഉള്ളത് വെച്ച് ഞാൻ അവിടെ എന്തെങ്കിലും എഴുതിയിട്. എടി ഞാൻ കുറച്ചൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ വലിയ ആർക്കറിയാം. വന്നില്ല നിനക്ക് അറിയാവുന്ന പറഞ്ഞു. കുറച്ച് ഇട്ടേക്കുന്നതിനകത്ത് എന്തെങ്കിലും വന്നാൽ നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ഐശു, ഐശു, എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നീ. അല്ലാതെ ചില ഒരു എക്സാം ഹാളിൽ വന്നിരുന്ന എന്തൊക്കെ എത്ര എണ്ണത്തിന്റെ ഷോ കാണണം. ഒരുത്തിയോടും ഒന്നും പറഞ്ഞു തരത്തില്ല, എല്ലാം പറഞ്ഞു തരാന്ന് പറഞ്ഞത് വരികയും ചെയ്യും. ഒന്നും പറഞ്ഞു തരത്തില്ല, എനിക്കൊണ്ടിരിക്കുന്നു. പഠിച്ചോണ്ടാണ് ഇതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. നാളെ നോക്കും എല്ലാം പഠിച്ചോണ്ട് വരും. ടീച്ചറെ ഒരു പേപ്പർ കൂടെ തരുമോ? ഒന്നും അറിയത്തില്ലെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എത്രാമത്തെ പേപ്പർ ഇവിടെ എടുക്കുന്നേ? കള്ളി എങ്ങാണ്ട് കള്ളി. ഞാൻ പറയുന്നത് പഠിച്ചോണ്ട് വരണമെന്ന് ഞാൻ കേൾക്കത്തില്ലല്ലോ.